ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികരായ മുകേഷ് അംബാനിയും ഗൗതം അദാനിയും കോടികൾ ശമ്പളം പറ്റുന്നു. 2 കോടി മുതൽ 16 കോടി വരെയാണ് ശമ്പളം വാങ്ങുന്നതെന്നാണ് അറിയുന്നത്. എന്നാൽ അവരെക്കാൾ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരും അദാനിക്കും അംബാനിമാരുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടത്രേ. ഇതെല്ലാം അറിയുന്ന രാജ്യത്തെ ജനങ്ങൾ ഞെട്ടുകയാണ്. ലോകത്തിലെ ധനികരുടെ പട്ടികയിൽ ആദ്യത്തെ 10 സ്ഥാനത്തിൽ ഇവരും ഇടം പിടിക്കുന്നതായാണ് വാർത്തകൾ വരുന്നത്. എന്നാൽ ഇന്ത്യയിലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ US വാങ്ങുന്ന ശമ്പളം എത്രയെന്ന് നോക്കാം. വാഷിംഗ്ടൺ ഗൂഗിൾ CEO സുന്ദർ പിച്ചെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തനായ വ്യക്തിയാണ്. ഗൂഗിളിനെ പുതിയ തലങ്ങളിലേക്ക് അദ്ദേഹം നയിച്ചത് വലിയ നേട്ടമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആസ്തി മൂല്യം എത്ര പേർക്ക് അറിയാം? സുന്ദർ പിച്ചെ എത്ര ശമ്പളം വാങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞെട്ടും. എന്നാൽ പലർക്കും സുന്ദർ പിച്ചയെക്കുറിച്ച് ഒരു ധാരണയും കാണില്ല. ഗൂഗിൾ നൽകുന്ന ശമ്പളം നോക്കുകയാണെങ്കിൽ അമ്പരന്ന് പോകും. ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ഗൂഗിളിൽ പരീക്ഷിച്ചത്. ആരും അറിയാത്തൊരു ആഡംബര ശേഖരവും ഉണ്ട്. അതൊന്ന് പരിശോധിക്കാം. ശമ്പളം എത്രയാണെന്ന് നോക്കിയാൽ കഴിഞ്ഞ വർഷം $226 മില്യൺ, അതായത് 1850 കോടി ഇന്ത്യൻ മണി. ശമ്പളത്തിന് അനുസരിച്ച ആഡംബര ജീവിതവും. കോടികളുടെ ആഡംബര കൊട്ടാരം, സ്വർഗതുല്യമായ കൊട്ടാരം തന്നെയുണ്ട്. US കാലിഫോർണിയയിലെ ലോസ് ആൾട്ടോസിലാണ് പിച്ചയുടെ പ്രശസ്തമായ കൊട്ടാരമുള്ളത്. ഇതിൻ്റെ വിലമതിപ്പ് 1215 കോടി. 31.7 ഏക്കറിലാണ് ഹിൽ ടോപ്പിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മാത്രം വില എത്രയാണെന്ന് പറയുന്നില്ല. അറിഞ്ഞാൽ അന്തം വിടും. വീടിൻ്റെ ഡിക്കോറിന് മാത്രം 49 കോടിയാണ് ചെലവ് വന്നിട്ടുള്ളത്. സുന്ദർ പിച്ചയുടെ ഭാര്യ അഞ്ജലിയാണ് വീടിൻ്റെ ഡീകോർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു കുളം, ഇൻഫിനിറ്റി പൂൾ, ജിം, സ്പാ, വൈൻ സെല്ലാർ, സോളാർ പാനലുകൾ, ലിഫ്റ്റ്, നാനി ക്വാർട്ടേഴ്സുകൾ എന്നിവയാണ് ഉള്ളത്. കാറുകളുടെ വലിയൊരു ശേഖരവും ഉണ്ട്. മെഴ്സിഡൻസിൻ്റെ S650 തൊട്ട് 3 കോടിയിൽ കൂടുതലുള്ള എത്രയോ കാറുകൾ. പല പ്രമുഖ സെലിബ്രിറ്റികൾ സ്വന്തമാക്കിയ ആഡംബര കാറുകളാണ് ഉള്ളത്. 6 ലിറ്ററിൻ്റെ ടിൻ ടർബോ V12 ആണ് ഇതിലുള്ളത്. ഓട്ടോമാറ്റിക് വെതർ കൺട്രോൾ ഇതിലുണ്ട്. BMW 730 LDയും ഇതിൽപ്പെടുന്നു. ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ 993 cc എഞ്ചിനാണ് മെഴ്സിഡൻസിൻ്റെ V ക്ലാസ് കൈവശമുണ്ട്. 1950 cc ആണ് ഇതിന്. 7 സീറ്റർ വിഭാഗത്തിൽ പെടും. തമിഴ്നാട് മധുരയിൽ 6/10 1972 സുന്ദർ പിച്ചയുടെ ജനനം. ഇപ്പോൾ 52 വയസ്സായി. ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ നിന്ന് പോയി US ഒരു ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന സുന്ദർ പിച്ചെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. US വൈസ് പ്രസിഡന്റ് കമലാ ദേവി ഹാരിസും തമിഴ്നാട്ടുകാരിയാണ്. ശ്യാമള ഗോപാലിൻ്റെ മകളായി കാലിഫോർണിയയിലാണ് ഓക്കലൻഡിലാണ് ജനനം. സുന്ദർ പിച്ചയെ പറ്റി സ്വന്തം നാടായ മധുരയിൽ പോലും അറിയാത്ത എത്രയോ പേരുണ്ടെന്നാണ് അറിയുന്നത്. 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങി. ആദ്യ നടപടിയായി ലോക്സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ആദ്യമായി പ്രധാനമന്ത്രി, തുടർന്ന് 2 ദിവസം സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് അറിയുന്നത്. ഹജ്ജിനിടയിൽ ചൂടിൽ മരണപ്പെട്ടവർ 1301 കടന്നു. ഇവരിൽ 83% പെർമിറ്റ് ഇല്ലാത്തവരാണ്. സൗദി അറേബ്യയിൽ കടുത്ത ചൂടിൽ ദീർഘദൂരം നടന്നവരാണ് ഇവരെന്ന് സൗദിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. മേൽപ്പറയുന്ന 18 മില്യൺ തീർത്ഥാടകർ പങ്കെടുത്തു. 1.6 ദശലക്ഷം പേർ വിദേശീയരാണ്. 51.8 ഡിഗ്രി സെൽഷ്യസ് 125 ഡിഗ്രി ഫാരൻഹീറ്റ് ഹീറ്റാണ് അവിടെയുള്ളത്. പിണറായി വിജയൻ നേതൃസ്ഥാനത്ത് ഉള്ളിടത്തോളം കാലം CPM കേരളത്തിൽ രക്ഷപ്പെടില്ലെന്ന് K മുരളീധരൻ. തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവുകയാണ്. തൃശ്ശൂരിൽ CPM ഉദ്യോഗസ്ഥർ BJPയെ സഹായിച്ചു ആയിരക്കണക്കിന് വോട്ടുകൾ മറിച്ചുവെന്നും K മുരളീധരൻ പറഞ്ഞു. വോട്ടുകൾ ചോർന്നതിനെ പറ്റി തിരിച്ചും മറിച്ചും CPMൽ ചർച്ച. സ്വാധീന മേഖലകളിലും പരമ്പരാഗത വോട്ടിലേക്കും BJP സ്വാധീനം ഉറപ്പിക്കുന്നു. BDJS ദുർബലമാകുമ്പോൾ ആ വോട്ടുകൾ BJPയിലേക്ക് സ്വാധീനിക്കും. ഇതെല്ലാം തടയാനാകുമെന്നാണ് മുന്നറിയിപ്പ്. സാധാരണ ജനങ്ങളെ CPMലേക്ക് അടുപ്പിക്കാനുള്ള ബഹുജന സ്വാധീനവും
വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും കാണുന്നു. ഇടതിനൊപ്പം നിന്നവരുടെ അകൽച്ച ഗൗരവമെന്ന് കേരള കോൺഗ്രസ് എം. സർക്കാരിൻ്റെ മുൻഗണനയിൽ മാറ്റം വേണം. മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ല. ഭൂപരിഷ്കരണ കമ്മീഷൻ രൂപീകരണം, വന്യജീവി ആക്രമണം പരിഹാരങ്ങൾക്ക് ഉപസമിതി വേണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാജ്യസഭാ സീറ്റ് ശരിയാക്കിയതെന്ന് CPM പ്രവർത്തകർ തന്നെ എതിർപ്പുണ്ടതായും പറയുന്നു. US പണി കൊടുത്ത് സൗദി എണ്ണ വ്യാപാരത്തിന് മറ്റു കറൻസികൾ ഉപയോഗിച്ചു തുടങ്ങി. 2022 US പ്രസിഡന്റ് ജോ ബൈഡൻ സൗദി അറേബ്യയെ എണ്ണയുടെ പേരിൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത്. എന്നാൽ US എതിർപ്പ് അവഗണിച്ച് എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാമെന്ന് സൗദി അറേബ്യയുടെയും റഷ്യയുടെയും നേതൃത്വത്തിലുള്ള എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ ആയിരുന്നു ബൈഡന്റെ ഭീഷണി. ആയുധ വിൽപ്പന ഉൾപ്പെടെ സൗദി അറേബ്യയുമായി എല്ലാ സഹകരണവും ഉടൻ മരവിപ്പിക്കുമെന്ന് ഡെമോക്രാറ്റിക് സെന്റർ ബോബ് മെനഡസ് പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയായിരുന്നു പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. അതേ സൗദി തീരുമാനിച്ച ഇനി ഡോളർ US ബന്ധം അത്രയ്ക്ക് വേണ്ടെന്നും ഉക്രൈൻ റഷ്യ യുദ്ധവും വിപണിയിൽ വെല്ലുവിളി ഉയർത്തി ചില വെല്ലുവിളികളും US തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ബൈഡന് വലിയ തലവേദനയാകുമെന്ന ഭയം ഉണ്ടായി. ഡെമോക്രാറ്റിക്കുകൾ ഉണ്ടായിരുന്ന ആ സമയത്താണ് സൗദിയും സംഘവും എണ്ണ ഉൽപ്പാദനം കുറയ്ക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നത്. US ഭരണകൂടത്തിനാകട്ടെ ഇത് മുഖേന കനത്ത തിരിച്ചടിയുണ്ടായി. പാൽ കൊടുത്ത് വളർത്തിയ സൗദി സ്വന്തം കയ്യിൽ തന്നെ കടിക്കുന്നുവെന്ന് US കരുതിയില്ല. ഇപ്പോൾ US ബന്ധങ്ങളെല്ലാം പതുക്കെ അവസാനിപ്പിക്കാനാണ് സൗദിയുടെ നീക്കമെന്നാണ് അറിയുന്നത്. SFIയുടെ സമരത്തിന് കണക്കിന് പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. മലപ്പുറം ജില്ലയിൽ +1 സീറ്റുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന് ഇറങ്ങിയ SFIയെ പരിഹസിച്ച് മന്ത്രി ശിവൻകുട്ടി. കുറേ നാളായി ഇവർ സമരം ചെയ്യാതെ ഇരിക്കുന്നവരല്ലേ, സമരം ചെയ്ത് ഉഷാറാവട്ടെ എന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോടാണ് പറഞ്ഞത്. വിദ്യാഭ്യാസ സംഘടനകൾക്കും തൊഴിലാളി സംഘടനകൾക്കും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരുടെ അവകാശത്തെ നിഷേധിക്കുന്നില്ല. സമരം ചെയ്ത് ഉഷാറായി വരട്ടെ എന്ന് മന്ത്രി പരിഹസിച്ചു. ഇന്ന് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു.